സംസ്ഥാനത്ത് മഴ കനത്തു. കോട്ടയത്ത് മലയോര മേഖലകളിൽ ശക്തമായ മഴ. മലപ്പുറത്തും വയനാട്ടിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. വിവരങ്ങളുമായി വിഷ്ണു ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. വിഷ്ണു, എന്തൊക്കെയാണ് മഴയുടെ ഇപ്പോഴത്തെ വിവരങ്ങൾ? അജിൻഷാദ്, സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലടക്കം മുഴുവൻ മഴയുടെ റിപ്പോർട്ട് തന്നെയാണ്. വരുന്ന 5 ദിവസങ്ങളിൽ ശക്തമായ മഴ സംസ്ഥാനത്തുടനീളം ഉണ്ടാകുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പ് ലഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ 2 ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് ഉള്ളത്. മലപ്പുറം, വയനാട് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. അതുപോലെ മലയോര മേഖലകളിലും ജാഗ്രത നിർദ്ദേശം പാലിക്കാൻ ഉത്തരവുണ്ട്. അതോടൊപ്പം തന്നെ 10 ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ ജില്ലകളിലെല്ലാം പരക്കെ വ്യാപക മഴയ്ക്ക് സാധ്യത എന്ന് തന്നെയാണ് മുന്നറിയിപ്പുള്ളത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്കാണ് ഇന്ന് യെല്ലോ അലർട്ട് ഉള്ളത്. അതോടൊപ്പം നാളെ വരുന്ന മഴ മുന്നറിയിപ്പിലും വ്യക്തമാക്കുന്നത് 2 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് ഉണ്ട്. പാലക്കാടും മലപ്പുറവുമാണ് നാളെ ഓറഞ്ച് അലർട്ട് ഉള്ളത്. അതോടൊപ്പം തന്നെ 7 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോഴിക്കോട്, വയനാട് അടക്കമുള്ള ജില്ലകൾ, തിരുവനന്തപുരം മുതൽ ആലപ്പുഴ വരെയുള്ള ജില്ലകളിലും ഇടുക്കിയിലും യെല്ലോ അലർട്ട് ഉണ്ട്. തൊട്ടടുത്ത ദിവസം 3 ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി ജില്ലകൾക്കാണ് ഓറഞ്ച് അലർട്ട് ഉള്ളത്. അതിനടുത്ത് 20-ാം തീയതിയും 21-ാം തീയതിയും സംസ്ഥാന വ്യാപകമായ ശക്തമായ മഴയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിൽ അതിശക്തമായ മഴയുണ്ടാകും. ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കോട്ടയം ജില്ലയിലും ഒക്കെയും വലിയ രീതിയിലുള്ള മഴയുണ്ടാകുന്നുണ്ട്. ഇടുക്കിയിലും പത്തനംതിട്ടയിലും വ്യാപകമായ മഴ മുന്നറിയിപ്പുണ്ട്. അതിശക്തമായ മഴ തന്നെയായിരിക്കും ഉണ്ടാകുന്നത്. മറ്റു ജില്ലകളിലെല്ലാം യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് ഈ ഒരു ആഴ്ചക്കാലം ശക്തമായ മഴ തന്നെ ഉണ്ടാകും. ഏതായാലും 21-ാം തീയതി വരെയും ശക്തമായ മഴ മുന്നറിയിപ്പ് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാ മേഖലകളിലും, പ്രത്യേകിച്ചും ഈ മലയോര മേഖലകളിലും അതോടൊപ്പം തന്നെ തീരദേശ മേഖലകളിലും പ്രത്യേക ജാഗ്രത പുലർത്താനും ഏർപ്പാടാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അനാവശ്യമായ യാത്രകൾ ഒഴിവാക്കാനും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അജിൻഷാദ്. ശരി, വിഷ്ണു കരുണാകരൻ. മറ്റൊരു വാർത്തയിലേക്ക്. ക്നാനായ സമുദായത്തിൽ അന്ത്യോക്യ പാത്രിയാർക്കീസിന്റെ ഇടപെടൽ. സിംഹാസനത്തിന് നേരെ വെല്ലുവിളി ഉയർത്തിയെന്നാരോപിച്ച് സമുദായ മെത്രാപ്പൊലീത്ത മാർ സെവേറിയോസിനെ അന്ത്യോക്യ